ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനോ എപ്പിസോഡ് നമ്പർ 41. അങ്ങനെ പിക്സൽ 9യുടെ ഫസ്റ്റ് സെയിൽ ഈ വരുന്ന ഏപ്രിൽ 16 തീയതി തൊട്ടാണ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പോയിട്ട് കാണാം. ഒരു ഡീസൻറ്റ് ഫോൺ, പിക്സൽ എന്ന ബ്രാൻഡ് വൈസ് പറയുകയാണെങ്കിൽ ആ രീതിയിലുള്ള മോഡലാണ്, അല്ലാതെ ബെസ്റ്റ് ഇൻ ക്ലാസ് ആയിട്ട് ഫോണല്ല. 50,000 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 256 GB ആണ് സ്റ്റാർട്ടിങ് മോഡൽ. ഒറ്റ വേരിയൻ്റ് ആയിട്ട് വരുന്നുള്ള 8 GB 2 GB ആണ്. വാങ്ങണമെന്നുണ്ടെങ്കിൽ 16 തീയതി തൊട്ട് ഫ്ലിപ്കാർട്ടിൽ ഈ ഒരു ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇൻഫിനിക്സിൻ്റെ നോട്ട് 50X എന്ന മോഡൽ ഇറങ്ങി. ഞാൻ ആദ്യം ഈ ഒരു ഫോൺ വീഡിയോ ചെയ്യേണ്ടെന്ന് വെച്ച് നിന്നതാണ്. പക്ഷേ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും പ്രൈസൊക്കെ നോക്കുമ്പോൾ ആ പ്രൈസ് പോയിൻറ്റിലെ ബെസ്റ്റ് ഫോണാണ്. ഇതിൻ്റെ സർവീസ് സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ UIയും ഒരുപാട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊരു ഇഷ്യൂ ഒന്നും ആ ഒരു ബ്രാൻഡ് ഫോണിന് പറയാനില്ല. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പോയിട്ട് നോക്കുക. Dimensity 7300 അൾട്ടിമേറ്റ് ചിപ്സെറ്റൊക്കെയാണ് വരുന്നത്. അതും 11,500 രൂപ മാത്രമേ ഈ ഒരു ഫോണിന് വരുന്നുള്ളൂ. ഇപ്പം വാങ്ങുകയാണെങ്കിൽ ബാങ്ക് ഓഫർ വരുന്നത് അങ്ങനെയാണെങ്കിൽ 10,500 ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. ആ പ്രൈസിന് നല്ല പെർഫോമൻസ് കിട്ടുന്ന മോഡലാണ്. ആകെ ഇതിനൊരു കുറവായിട്ട് പറയാനുള്ളത് ഇതിൽ ഫുൾ HD ഡിസ്പ്ലേ ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ റേഞ്ചിൽ മറ്റേ മോട്ടോ G35 മാത്രമേ അത് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. ബാക്കിയെല്ലാം സർവീസ് സെൻറ്റേഴ്സ് എല്ലാ ജില്ലകളിലും സർവീസ് സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. അതുകൊണ്ട് നല്ല മോഡലാണ്. പക്ഷേ നിങ്ങൾ റിവ്യൂസൊക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം പോയിട്ട് വാങ്ങിയാൽ മതി. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് കമ്മ്യൂണിറ്റി ടാബിലൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന IQ Z10-നാണ്. അപ്പോൾ ഇതിൻ്റെ ചില ഫീച്ചേഴ്സൊക്കെ തന്നെ അവരിപ്പോൾ റിവീൽ ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന ഏപ്രിൽ 11 തീയതിയാണ് ഇതിൻ്റെ ലോഞ്ച്. അതായത് ചിപ്സെറ്റാണ് ഇപ്പോൾ റിവീൽ ചെയ്തിട്ടുള്ളത്. വേറെ ഏതുമല്ല, സ്നാപ്ഡ്രാഗണിൻ്റെ 7S Gen 3 എന്ന ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്. ആൻഡ് സ്കോറൊക്കെ ആണെങ്കിൽ 8,20,000 ഒക്കെയാണ് വരുന്നത്. ഈ ഒരു പവർഫുള്ളായ ചിപ്സെറ്റും ബാറ്ററി ഒക്കെ വരുമ്പോൾ 20,000 രൂപയ്ക്ക് ഒതുക്കാൻ പറ്റത്തില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്. കാരണം എന്തായാലും 20,000 രൂപയ്ക്ക് മാഗോളിൽ പോകാൻ ചാൻസ് ഉണ്ട്. ഒരു 22-23 ആ റേഞ്ചിലൊക്കെ പ്രൈസ് പോയിന്റ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം നല്ല പെർഫോമൻസും നല്ല ബാറ്ററി ഇപ്പോൾ തന്നെ വന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. എന്നാലും AMOLED ഡിസ്പ്ലേ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ തന്നെ ആയിരിക്കും എന്തായാലും വരുന്നത്. എന്തായാലും 20,000 രൂപയ്ക്ക് AMOLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. LCD ഒന്നും വരത്തില്ല. അപ്പോൾ നോക്കുമ്പോൾ കുറച്ചും കൂടെ പ്രൈസ് 20,000 രൂപയ്ക്ക് മുകളിൽ എന്തായാലും വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തായാലും റിവീൽ ചെയ്തും ഓരോ ദിവസമായിട്ട്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. 11 തീയതിയാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ പോക്കോയുടെ F7 സീരീസ് ഗ്ലോബലി ലോഞ്ച് ചെയ്ത്. ഗ്ലോബലി എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ 2 ഫോൺസാണ് വന്നിട്ടുള്ളത്. പോക്കോയുടെ F7 Proയും F7 Ultra'യാണ്. F7 Pro ഓൾറെഡി എല്ലാവരും പറഞ്ഞ പോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ്. F7 Ultra'യിലാണെങ്കിൽ 8 Elite ആയിട്ടാണ് വരുന്നത്. പ്രൈസ് പറയുകയാണെങ്കിൽ F7 Pro ആണെങ്കിൽ $449 ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. F7 Ultra ആണെങ്കിൽ $649 ആ ഒരു ഫോൺ വരുന്നത്. ബാക്കി എല്ലാ സ്പെസിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ് ആ ഒരു എക്സാക്റ്റ് സ്പെക്കാണ് ഫോണിന് വരുന്നത്. ഡിസൈൻ ഓൾറെഡി ആ സമയത്ത് തന്നെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിലേക്ക് ഈ 2 ഫോൺ എന്തായാലും വരാൻ ചാൻസ് ഇല്ല. F7 എന്ന മോഡൽ മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ. അത് ഏപ്രിൽ കഴിഞ്ഞ് മെയ് മാസത്തിലൊക്കെയാണ് ചാൻസ് കൂടുതൽ. എന്തായാലും ഏപ്രിൽ വരാൻ ചാൻസ് ഇല്ല. F7 വരുന്നുണ്ടെങ്കിൽ തന്നെ ഒരു 30K റേഞ്ചിൽ വരുന്ന മോഡലായിരിക്കും. ഈ 2 ഫോൺസ് എന്തായാലും ഇന്ത്യയിലേക്ക് ഇല്ല, അത് വരത്തില്ല, അത്രയേ ഉള്ളൂ. പിന്നെ വാട്സപ്പിൽ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതായത് ഇനി തൊട്ട് വാട്സപ്പിലെ പ്രൊഫൈൽ പിക്ചറൊക്കെ മാറ്റുന്ന സമയത്ത് അവിടെ ആയിട്ട് AI ജനറേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. നോർമൽ നമ്മൾ ചാറ്റിലൊക്കെ കാണുന്ന ആ സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് AI വെച്ചുകൊണ്ട് ഇമേജൊക്കെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തിട്ട് പ്രൊഫൈൽ വെക്കാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. ഓൾറെഡി ചാറ്റിലുള്ളത് അതിപ്പം പ്രൊഫൈലിലേക്ക് വന്നൊന്നുമില്ല. അല്ലാതെ വലിയൊരു കാര്യമായിട്ടൊന്നും അത് പറയാനൊന്നുമില്ല. എന്നാലും അങ്ങനെ ഒരു ഫീച്ചർ ഇപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗണിൻ്റെ 8 Elite 2 പുതിയ ചിപ്സെറ്റ്, അതായത് ഈ വർഷം ഒക്ടോബറിലൊക്കെ ആയിരിക്കും ഈ ഒരു ചിപ്സെറ്റ് വരുന്നത്. കാരണം കഴിഞ്ഞ വർഷം ഒക്ടോബറിലായിരുന്നു സ്നാപ്ഡ്രാഗൺ 8 Elite വന്നത്. അപ്പോൾ ഈ വർഷം ഒക്ടോബറിലൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ആൻഡ് സ്കോറൊക്കെ തന്നെ ഇപ്പോൾ ലീക്കായിട്ട് വന്നിട്ടുണ്ട്. അതായത് അറൗണ്ട് 3.8 മില്യൺ വരുമെന്നാണ് പറയുന്നത്. അതായത് 38 ലക്ഷം ആൻഡ് സ്കോർ. ഇപ്പോൾ ഉള്ള സ്നാപ്ഡ്രാഗൺ 8 Eliteൻ്റെ ആൻഡ് സ്കോർ എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 2.7 ലാക്കൊക്കെയാണ് IQ 13 കിട്ടിയത്. ആ റേഞ്ചിൽ വരുന്ന ചിപ്സെറ്റിൽ നിന്ന് ഇപ്പോൾ 3.8 മില്യണിലേക്ക് വന്നു. ഈ വർഷം തൊട്ടാണ് കഴിഞ്ഞ വർഷം തൊട്ടാണ് ആപ്പിളിനെ കടപിടിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആൻഡ്രോയിഡ് ഫോണിലേക്ക് വന്നത്. അപ്പോൾ ഇനി അടുത്ത വർഷം തൊട്ട് വേറെ അതുക്കും മുകളിൽ നിൽക്കുന്ന പെർഫോമൻസ് ആയിരിക്കും ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ വരാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇത്രയും വലിയ ആൻഡ് സ്കോറൊക്കെ അപ്ഗ്രേഡാണ് ഓരോ വർഷവും വരുന്നത്. അപ്പം പെർഫോമൻസ് വൈസ് ആൻഡ്രോയിഡ് ഫോൺസൊക്കെ തന്നെ ഡേ ബൈ ഡേ അങ്ങ് എത്തുകയാണ്.
പിന്നെ ഐഫോൺ 17 സീരീസ്, അതായത് 17 എയർ പ്രോ മാക്സ് അല്ലെങ്കിൽ അൾട്ര, അതിൽ ഇപ്രാവശ്യം സാംസങ്ങിൻ്റെ M14 എന്ന AMOLED പാനലാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ എല്ലാ മോഡലിലും ആ ഒരു ഡിസ്പ്ലേ ആയിരിക്കും ഇപ്രാവശ്യം വരാൻ വേണ്ടി പോകുന്നത്. പിന്നെ അത്രയേ ഉള്ളൂ, ഇന്നത്തെ ടെക് അപ്ഡേറ്റ് ഇത്ര മാത്രമേ പറയാനുള്ളൂ. വേറെ ഒരുപാട് ന്യൂസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന 2 മോഡൽ എന്ന് പറയുന്നത് iQയുടെ Z10 പിന്നെ മോട്ടോറോള എഡ്ജ് 60 ഫ്യൂഷനുമാണ്. രണ്ടും നല്ല മോഡലാണ് വരുന്നത്. അപ്പം രണ്ടും ആ ഒരു 25,000 രൂപയ്ക്ക് താഴെയാണ്, 20,000-25,000 രൂപ പ്രൈസ് പോയിന്റിലാണ് വരുന്നത്. അപ്പോൾ 11-ാം തീയതിയും ഈ വരുന്ന 2-ാം തീയതിയാണ് എഡ്ജ് 60 ഫ്യൂഷൻ്റെ ലോഞ്ച് ഇവൻറ്റും. ഞാനും അധികം വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു മോഡലിനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.